താനെന്താ ഈ നേരത്ത്? എങ്ങനെയുണ്ട് അതിന്? ശരിക്കും ചിരി തുടങ്ങിയാ പിന്നെ ചിരി നിർത്താൻ പറ്റില്ല. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷ്. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബാക്കിയുള്ള 5 ചിരി ലക്ഷ്മി പത്മ പഠിക്കുകയാണ്. അപ്പൊ പഠിക്കുന്നതിന്റെ കൂടെ നമുക്ക് ഈ കൂടുതൽ വാർത്തകളിലേക്കൊക്കെ നമ്മൾ പോയി ഇവരുടെ ഒരു വ്യായാമത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്. അവളാകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണുവേ. കുറച്ചുപേരൊക്കെ വ്യായാമം അത്ര പരിചയമില്ലാത്തത് കൊണ്ട് ആ വ്യായാമം ചെയ്തതിന്റെ ഒരു ക്ഷീണമൊക്കെ കുറച്ചു പേർക്കുണ്ട്. നമ്മുടെ വൈശാഖോമാട്ടിലൊക്കെ ഇപ്പൊ നമുക്കിപ്പം ചേരും. മോള് കണ്ണി കണ്ട മാസികളൊക്കെ വായിച്ച് അവൾ എന്തൊരു കണ്ടാലും എടുത്ത് മോന്തയ്ക്ക് പരട്ടും. വെള്ളരിക്കണ്ട അവള് വിടൂല്ല, വെട്ടിയെടുത്ത് കണ്ണി ഒട്ടിക്കും, കാരറ്റ് എടുത്ത് ചുരണ്ടും, റവ എടുത്ത് തലയെ തേക്കും, കുളിക്കുന്നത് പയറുപൊടി തേച്ച്, മോൻ കഴിവുള്ളത് ആട്ടും പാൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കമന്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ പരിഹരിക്കും. എന്റെ മേക്കപ്പിന്റെ കാര്യം നമ്മൾ പരിഹരിക്കും. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ. അപ്പൊ എന്നെ കളിയൊക്കെ നോക്കേണ്ട, എലി വെള്ളത്തിൽ വീണ പോലെ ആയി എന്നൊക്കെ പറഞ്ഞു എന്നെ എലിന്ന് വരെ വിളിച്ചു. അതൊന്നും കാര്യമില്ല. ഒരു മേക്കപ്പും ചെയ്യാതെ നീ നേരെ ചെന്നാ മതി, ഫുൾ മാർക്കാ. അതിൽ നിനക്ക് അഭിമാനിക്കാൻ പറ്റാ. മേക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ആൾക്ക് അങ്ങോട്ട് എന്റെ സ്കിൻ ടോൺ ഒന്നും പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ്. അപ്പൊ ശരിക്കും നല്ല മേക്കപ്പ് ഒക്കെ അടുത്ത ദിവസം ഉറപ്പായിട്ട് വരാം. അത് പറയാൻ എനിക്കൊരു നാണവും ഇല്ല. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. മേക്കപ്പ് ഇട്ടാലും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ, നിങ്ങൾ തന്നെയല്ലേ. അപ്പൊ കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ തന്നെ തുടരാം. നാളെ നമ്മൾ അതൊക്കെ പരിഹരിച്ചിട്ട് വരികയും ചെയ്യാം. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ.